ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബേബീസ് കിച്ചൺ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ? അൽഹംദുലില്ലാ, നമ്മളും സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് നമുക്ക് സിമ്പിൾ ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന മാംഗോ സാഗോ ഡെസേർട്ട് റെസിപ്പി നോക്കാം കേട്ടോ. വീട്ടിൽ ഗസ്റ്റ് ഒക്കെ വരുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി മാംഗോ ഡെസേർട്ടും കൂടെയാണ്. അടിപൊളി ടേസ്റ്റുമാണ്. അപ്പോൾ സംഭവം ഈ രീതിയിലൊക്കെ ഒന്ന് സെർവ് ചെയ്തെടുത്താൽ കിഡ്ലൻ ലുക്കും ഉണ്ടാവും കേട്ടോ. അപ്പൊ നമുക്ക് റെസിപ്പി തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അപ്പൊ ഇതിനായിട്ട് നമുക്ക് വേണ്ടത് മാങ്ങയാണ്. അപ്പൊ ഒരു 3 മാങ്ങ നമുക്ക് തൊലിയൊക്കെ കളഞ്ഞ് പീസാക്കിയിട്ട് മാറ്റി വെക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് 1 ലിറ്റർ പാല്, അതായത് 2 പാക്ക് പാല് കേട്ടോ, ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒന്ന് തിളപ്പിക്കാൻ വെച്ചു കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് ഒരു 1/4 കപ്പ് മിൽക്ക് മെയ്ഡും 1/4 കപ്പ് പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് തിളപ്പിച്ചിട്ട് ചെറുതായിട്ടൊന്ന് കുറുക്കിയെടുക്കാം കേട്ടോ. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് നന്നായിട്ട് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം കേട്ടോ. ഇനി മറ്റൊരു പാത്രത്തിൽ കുറച്ചധികം വെള്ളം വെച്ച് തിളപ്പിച്ചെടുക്കാം. വെള്ളം തിളക്കുമ്പോൾ 1 കപ്പ് ചവ്വരി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തിളപ്പിച്ച് ചവ്വരി ഒന്ന് വേവിച്ചെടുക്കാം. ഇതിലേക്ക് കുറച്ച് പഞ്ചസാരയും ചേർത്ത് കൊടുത്തോളൂ കേട്ടോ. അപ്പൊ അതേ ചവ്വരി നല്ലപോലെ വേവൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതും നമുക്ക് ഇറക്കി വെക്കാം. എന്നിട്ട് ഒരു അരിപ്പയിലോട്ട് ഒഴിച്ചു കൊടുത്ത് കുറച്ച് വെള്ളം മുകളിൽ ഒഴിച്ച് അതിന്റെ പശയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഇതുപോലെ വെള്ളം ഊറാൻ വേണ്ടിയിട്ട് അരിപ്പയിൽ ഒഴിച്ചു വെക്കാം. ഇനി ഒരു മിക്സിയുടെ ജാർ എടുക്കാം. അതിലേക്ക് ഒരു 2 മാങ്ങ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നേരത്തെ തിളപ്പിച്ച പാലിൽ നിന്ന് 1/2 കപ്പ് പാല് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കൂടെ കുറച്ച് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കാം. അപ്പം ഈ ഒരു മിൽക്ക് മെയ്ഡ് ഞാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കിയിട്ടുള്ളതാണ്. അതിന്റെയൊക്കെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വളരെ സിമ്പിൾ ആയിട്ടാണ് മിൽക്ക് മെയ്ഡ് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ അത് വേണ്ടവരൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കൂ കേട്ടോ. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം കേട്ടോ. അപ്പൊ അതേ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നേരെ തണുക്കാൻ മാറ്റി വെച്ച പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ അതേ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി മാറ്റി വെച്ച ചവ്വരിയും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി ഒരു മാങ്ങ ചെറുതാക്കി പീസാക്കിയിട്ടുള്ളതും ചേർത്ത് കൊടുക്കാം. കൂടെ ഒരു ടീസ്പൂൺ വാനില എസൻസും മധുരം നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ചും കൂടെ മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നിങ്ങളുടെ കയ്യിൽ ഏതൊക്കെ നട്ട്സ് ഉണ്ടോ അതൊക്കെ ചേർക്കാം. ഞാനിവിടെ കാഷ്യൂ നട്ട്സ് കട്ടാക്കിയിട്ട് ചേർക്കുന്നുണ്ട്. അപ്പൊ ഇതേ നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള മാംഗോ സാഗോ ഡെസേർട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് വേണം കേട്ടോ സെർവ് ചെയ്യാൻ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള, അതുപോലെ തന്നെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാനും പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള മാംഗോ ഡെസേർട്ട് ആണ്. ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഇടയ്ക്കൊക്കെ ചെറിയൊരു മധുരമൊക്കെ ആവാം അല്ലെ? അങ്ങനെയുള്ളവർക്ക് പറ്റുന്ന ഈസി റെസിപ്പിയാണ്. അപ്പം മറക്കണ്ട, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ ബൈ ഫ്രം ബേബീസ് കിച്ചൺ.